ഹലോ, ഞാൻ ഷറഫുദ്ദീൻ ഷറഫു ദേവാല. ഒരു അലോപ്പതി കമ്പനിയിൽ മെഡിക്കൽ റെപ്പായിട്ട് ജോലി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മോൻ അല്ലെങ്കിൽ മോൾക്ക് ക്യാൻസർ ബാധിച്ച് അതിനിഷ്ഠൂരമാം വിധം ആ പിഞ്ചു കൈകളും കാലുകളും വെട്ടിമാറ്റി ഒടുവിൽ നിങ്ങളുടെ മടിയിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചാൽ, മരിക്കുന്ന രംഗം കണ്ടാൽ നിങ്ങൾക്ക് താങ്ങാനാവുമോ? നിങ്ങൾക്ക് സഹിക്കുമോ? എന്നാൽ ഈ ക്രൂരതയ്ക്ക് കാരണം ഒരാളാണെങ്കിൽ അയാൾ നിങ്ങൾ എന്തു ചെയ്യും? ഇഞ്ചിഞ്ചായി വെട്ടുമോ? അല്ല, പച്ചക്ക് കത്തിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ നിത്യവും വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ മായം അല്ല വിഷം കലർത്തി നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നിത്യരോഗികളാക്കുന്ന പണക്കൊതിയന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. കരുതിയിരിക്കുക. നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഫ്രൂട്ട്സിൽ വിഷമാണ്. മാങ്ങയിൽ കാൽസ്യം കാർബൈഡ്, ആപ്പിളിൽ മെഴുകു കോട്ടിങ്, മുന്തിരിയിൽ കീടനാശിനികൾ, വത്തക്കയിൽ കളർ, പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള അരി, മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി, ഗോതമ്പ് പൊടിയിൽ ചോക്ക് പൊടി, മല്ലിപ്പൊടിയിൽ അറക്കപ്പൊടി, വെളിച്ചെണ്ണയിൽ പാരഫിൻ, നൂഡിൽസിൽ പന്നിയുടെ വേസ്റ്റ്, പഞ്ചസാരയിൽ യൂറിയ. ഇങ്ങനെ ഭക്ഷണത്തിലെ മായം നീണ്ടുപോകുന്നു. കടയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ സൂക്ഷിക്കുക. ക്യാൻസർ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഒരു ഫ്രൂട്ട്സുകളും പ്രിയപ്പെട്ടവരെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാതിരിക്കുക. ഭക്ഷണത്തിൽ വിഷം കലർത്തി നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിക്കുന്ന ഈ പണക്കൊതിയന്മാർ, ഒരു സംശയവും വേണ്ട, ഇവർ രാജ്യദ്രോഹികൾ തന്നെ. അവർക്ക് മാന്യമായ ശിക്ഷ ഭരണകൂടം നിശ്ചയിക്കണം. അവരെ ഒറ്റപ്പെടുത്തണം. അവരെ ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിച്ചുകൂടാ. ഇന്ത്യയിലെ ജനങ്ങളെ നിത്യരോഗികളാക്കുന്ന ഇവരെ ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിച്ചുകൂടാ. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക. മായം കലർന്ന ഭക്ഷണ സാധനങ്ങൾ നാം വാങ്ങില്ല, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കില്ല. അതുവഴി ഈ രാക്ഷസന്മാരെ നമ്മൾ തീറ്റിപ്പോറ്റില്ല. ഭക്ഷണത്തിൽ മായം കലർത്തുന്ന പ്രവണത എവിടെ കണ്ടാലും നമ്മൾ പ്രതികരിക്കുക. നമുക്കതിന് കഴിയട്ടെ. നിങ്ങൾ തയ്യാറല്ലേ?